വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ അവതരണത്തിലൂടെ മലയാള ദൃശ്യമാധ്യമ രംഗത്തെ നിറസാന്നിധ്യമായി മാറിയ അമൃത ടെലിവിഷന്റെ ഏറെ പ്രശംസനീയവും മാതൃകാപരവുമായ ഒരു കാൽവെപ്പായിരുന്നു ഈ മധ്യവേനൽ അവധിക്കാലത്ത് കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള സ്കൂളുകളിലെ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ സൗജന്യ സമ്മർ ക്യാമ്പായ കളിയിലൽപ്പം കാര്യം. കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലായി സംഘടിപ്പിച്ച 1ഉം 2ഉം ഘട്ട ക്യാമ്പിന്റെ സ്വീകാര്യതയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു 3ാം ഘട്ട ക്യാമ്പ് തിരുവനന്തപുരത്ത് നടത്തിയത്. മെയ് 22, 23 തീയതികളിൽ തിരുവനന്തപുരം നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാലയത്തിൽ വെച്ച് അരങ്ങേറിയ 3ാം ഘട്ട ക്യാമ്പ് വർദ്ധിച്ച ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി. 22ാം തീയതി രാവിലെ മുതൽക്ക് തന്നെ ആരംഭിച്ച രജിസ്ട്രേഷൻ നടപടികൾക്കായി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ ഒട്ടനവധി വിദ്യാർത്ഥികളാണ് തങ്ങളുടെ മാതാപിതാക്കൾക്കൊപ്പം സ്കൂൾ അങ്കണത്തിലെത്തിയത്. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ആങ്കർ ശ്രീജ വേദിയിലെത്തി ക്യാമ്പിനെ കുറിച്ച് ഒരു ലഘു വിവരണം നൽകി. കളിയിലൽപ്പം കാര്യമെന്ന ഈ കൂട്ടായ്മയിൽ കൂടി നിങ്ങൾ ഇന്ന് ഒരുപാട് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയട്ടെ. ഫുഡ് ആൻഡ് വെൽനസ്, പോട്രി, സൂംബ, യോഗ, മൈൻഡ് മീറ്റ്സ് കൾച്ചർ, റോബോട്ടിക്സ്, എത്തിക്സ് ഓഫ് ജേർണലിസം, കളരി, ഹാപ്പി പാരന്റിംഗ് തുടങ്ങി വിവിധ വിഷയങ്ങളുള്ള അറിവ് അതാത് മേഖലയിലെ വിദഗ്ധർ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്, പരിശീലിപ്പിക്കുന്നുണ്ട്. ശേഷം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ക്യാമ്പിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിനായി മാതാ അമൃതാനന്ദമയി മഠം തിരുവനന്തപുരം കൈമനം ആശ്രമ മഠാധിപതിയും അമ്മയുടെ ആദ്യകാല ശിഷ്യരിൽ പ്രമുഖനുമായ സ്വാമി ശിവാമൃതാനന്ദപുരിയെ പൊന്നാടി അണിയിച്ച് സ്വീകരിക്കുകയുണ്ടായി. സ്വാമിജിയോടൊപ്പം ഓൾ കേരള അമൃത വിദ്യാലയം അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ശ്രീ സജികുമാർ, അമൃത IAS അക്കാദമി അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ശ്രീ ജയകുമാർ, അമൃത കൈരളി വിദ്യാലയം പ്രിൻസിപ്പൽ ശ്രീമതി സിന്ധു, ആയുധ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ശ്രീ മുരളീകൃഷ്ണൻ, അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീ TN കൃഷ്ണചന്ദ്രൻ എന്നിവരും ഭദ്രദീപം കൊളുത്തിയതോടുകൂടി ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു. നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണെങ്കിലും അത് പരിഹരിക്കുന്നതിൽ ഒന്നിച്ചുകൂടി ആ സോഷ്യലൈസിങ്ങിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. ഹാർവാർഡ് നടത്തിയൊരു പരീക്ഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത് മനുഷ്യൻ്റെ ആരോഗ്യവും ദീർഘായുസ്സും നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സാമൂഹ്യ ബന്ധങ്ങളാണെന്നുള്ളതാണ്. ആ സാമൂഹ്യ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും ഭാരതത്തിൻ്റെ മൂല്യങ്ങൾ ഇന്നത്തെ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനും കളിയിൽ അല്പം കാര്യമെന്നുള്ള പരിപാടി നിങ്ങളെല്ലാവരും പ്രാപ്തരാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്യാമ്പിന്റെ ആദ്യ ദിവസത്തെ ആരംഭമെന്നോണം ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ച്വൽ എന്ന സെഷന് തുടക്കം കുറിച്ചു. ഈ സെഷനിൽ യോഗയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് കുട്ടികളോട് സംവദിക്കാനെത്തിയത് ഏകദേശം 35 വർഷമായി അമ്മയുടെ ശിക്ഷണത്തിൽ കഴിയുന്ന സന്യാസി ശ്രേഷ്ഠനും മികച്ച ഒരു യോഗ പരിശീലകനുമായ സ്വാമി ഗുരുപാദ ശ്രീദാനന്ദപുരിയായിരുന്നു. ക്ലാസ് നയിക്കാനായി വേദിയിലെത്തിയ സ്വാമിജിയെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയുണ്ടായി. ആദരമേറ്റുവാങ്ങിയ സ്വാമിജി വ്യായാമക്കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. യുവാവൃദ്ധോ അതിവൃദ്ധോ ദുർബലോ വ്യാധിതോ വ അഭ്യാസ സിദ്ധിമാപ്നോതി. യുവാവാകട്ടെ, വൃദ്ധനാകട്ടെ, അതിവൃദ്ധൻ, തീരെ വയസ്സായാളാകട്ടെ, ദുർബലനാകട്ടെ, വളരെ വീക്കായുള്ള ആളാകട്ടെ, വ്യാധി രോഗമുള്ള ആളാകട്ടെ, ആരായാലും അഭ്യസിച്ചാൽ അതിൻ്റെ ഫലം കിട്ടും. ഒപ്പം വളരെ അനായാസമായി ചെയ്യുവാൻ കഴിയുന്ന ഏതാനും യോഗാസനങ്ങൾ കൂടി സ്വാമിജി കുട്ടികളെ പരിശീലിപ്പിക്കുകയുണ്ടായി.
ഏറെ വിജ്ഞാനകരവും കാര്യമാത്ര പ്രസക്തവുമായ ഒരു സെഷനായിരുന്നു സ്വാമിജി കുട്ടികൾക്കായി ഒരുക്കിയത്. വിശദമായ യോഗ സെഷനെ തുടർന്ന് സ്വാമിജിയെ അമൃത TV സ്നേഹോപഹാരം നൽകി ആദരിക്കുകയുണ്ടായി. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കുറഞ്ഞു വരുന്ന ഇക്കാലത്ത് മണ്ണിനെ അറിയുക എന്ന ഉദ്ദേശത്തോടെ ഉൾപ്പെടുത്തിയ പോട്ടറി സെഷനെ ഏറെ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ വരവേറ്റത്. പോട്ടറിയുടെ വിശാലമായ ലോകത്തേക്ക് കുട്ടികളെ നയിച്ചത് പരമ്പരാഗത ടെറാക്കോട്ട പോട്ടറിയും ശില്പകലയും ഉൾപ്പെടുന്ന മേഖലയിൽ 28 വർഷത്തെ സമർപ്പിത സേവനത്തിനുടമയായ ശ്രീ ജയൻ സാറായിരുന്നു. സെഷൻ കൈകാര്യം ചെയ്യാനായി വേദിയിലെത്തിയ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയുണ്ടായി. നമുക്ക് അടുത്ത ഈ സെഷൻ്റെ പേര് കളിമൺ കളരി. കളിയിൽ അല്പം കാര്യത്തിൽ ഒരല്പം കളിമണ്ണുകൊണ്ടുള്ള കളരിയാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാമ്പിനെത്തിയ കുട്ടികളെ 10 പേർ അടങ്ങുന്ന 31 ടീമുകളായി തിരിച്ച് അവർക്ക് പോട്ടറിയുടെ അടിസ്ഥാന തത്വങ്ങൾ പകർന്നു നൽകിയ അദ്ദേഹം ഓരോ ടീമിനും അവരവരുടെ മനോധർമ്മമനുസരിച്ച് കളിമണ്ണിൽ ശില്പങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അവസരം നൽകുകയുണ്ടായി. ഏതാണ്ട് എല്ലാ ടീമുകളും വളരെ അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി കാഴ്ചക്കാരെ അമ്പരപ്പിച്ചു. ഓരോരോ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ കളിമണ്ണിൽ രൂപപ്പെടുത്തിയ ശില്പങ്ങളെല്ലാം കുട്ടികളുടെ കലാവൈഭവത്തിന് ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവയിൽ ഏറ്റവും മികച്ച സൃഷ്ടിയെ കണ്ടെത്തുക എന്നത് ജയൻ സാറിനെ സംബന്ധിച്ച് ഏറെ ശ്രമകരവുമായിരുന്നു. തുടരും എന്ന സിനിമയുടെ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ടൊരുക്കിയ കളിമൺ ശില്പങ്ങൾ ഏറെ ശ്രദ്ധേയമായി. ഇത് നമ്മളിവിടെ നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാർ, പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തെ പോലൊരു വലിയ നടനൊരു ട്രിബ്യൂട്ടായിട്ടാണ് നമ്മളിത് ഇവിടെ വെച്ചിരിക്കുന്നത്. തുടരും എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ ഒരു ചെറിയൊരു മോഡലാണ് നമ്മൾ ഇവിടെ, മിനിയേച്ചറാണ് നമ്മൾ കാണിക്കാൻ ശ്രമിച്ചത്. ക്ഷേത്രബിംബങ്ങളുമായി ബന്ധപ്പെട്ടൊരുക്കിയ കളിമൺ ശില്പങ്ങളായിരുന്നു ശ്രദ്ധേയമായ മറ്റൊരു സൃഷ്ടി. ഇത് ഇത്തിരി കൂടി യൂണീക്കാണ്, ഇത്തിരി ഭംഗിയായിട്ട് എല്ലാവർക്കും അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള അങ്ങനത്തെ ശില്പങ്ങൾ. അതേപോലെ അത് ഈ ഭഗവാന്റെ തൃശ്ശൂരം അങ്ങനെയൊക്കെ ഉള്ളത് അത് ഇത്തിരി അട്രാക്റ്റീവായിട്ട് തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ ആ കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. കടലുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഒരുക്കിയ കളിമൺ ശില്പങ്ങൾക്കും ഏറെ കാഴ്ചക്കാരുണ്ടായി. നമ്മളാദ്യം ആദ്യത്തെ ഒരു 15 മിനിറ്റ് നമ്മൾ വെറുതെ നിൽക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്നൊരു പ്ലാൻ ഇല്ലാതെ. അപ്പോൾ ഈ പുള്ളിയാണ് പറഞ്ഞത് നമുക്കൊരു വെയിൽ ഇങ്ങനെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം, സീ ബേസ്ഡ് ആയിട്ട്. അപ്പം നമ്മൾ ആദ്യം വെയിലുണ്ടാക്കി, പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഒരാൾ പറഞ്ഞു നമുക്ക് സീ ഷെല്ലുണ്ടാക്കാമെന്ന്. ആ ഒരു രീതിയിലാണ് നമ്മൾ പിന്നെ ഓരോരോ ഇത് ക്രിയേറ്റിവിറ്റി, ഓരോരോ ആൾക്കാർ ഓരോരോ ഐഡിയ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇത് മുഴുവനായിട്ട് സെറ്റ് ചെയ്തെടുത്തത്. യഥാക്രമം 17, 28, 18 ടീമുകളായിരുന്നു 1, 2, 3 സ്ഥാനങ്ങൾക്ക് അർഹമായത്. ജേതാക്കൾക്കുള്ള പാരിതോഷികം നൽകിയതോടുകൂടി പോട്ടറി സെഷൻ അവസാനിച്ചു. പോട്ടറിയുടെ ലോകത്തു നിന്നും സമ്മർ ക്യാമ്പ് കുട്ടികളെ കൊണ്ടുപോയത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വിസ്മയ ലോകത്തേക്കായിരുന്നു. സമകാലിക ലോകത്തിൽ ഏറെ ചർച്ചാവിഷയമായ റോബോട്ടിക്സ് ആൻഡ് AI എന്ന സെഷനിലൂടെ ലക്ഷ്യം വെച്ചത് കുട്ടികളിലെ ശാസ്ത്രബോധം വളർത്തുക എന്നതായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ഏറെ താല്പര്യമുള്ളതും അറിയേണ്ടതുമായ ഈ വിഷയത്തിൽ കുട്ടികളുമായി സംവദിച്ചത് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ അമൃതപുരി ക്യാമ്പസിലെ അമൃത സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കിരൺ P ആയിരുന്നു. പൊന്നാട അണിഞ്ഞ് അമൃത TVയുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഡോക്ടർ കിരൺ തന്റെ കർമ്മത്തിലേക്ക് കടന്നു. റോബോട്ടിക്സ് ആക്ച്വലി ഒരു എഞ്ചിനീയറിംഗ് ആണ്. ഹൗ ടു ബിൽഡ് എ റോബോട്ട്, എങ്ങനെ ഒരു റോബോട്ടിനെ നിർമ്മിക്കാം, അതാണ് ആക്ച്വലി റോബോട്ടിക്സ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ഈ റോബോട്ടിക്സ് എല്ലാം സ്മാർട്ട് റോബോട്ട് വേണമെങ്കിൽ അതിൻ്റെ ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. റോബോട്ടിക്സിനെ കുറിച്ചും സമകാലിക ശാസ്ത്ര ലോകത്തിന്റെ കണ്ടുപിടുത്തമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും ഉദാഹരണ സഹിതം വളരെ വിശദമായി അവതരിപ്പിച്ച ഡോക്ടർ കിരണിന്റെയും ഡോക്ടർ ശരത്തിന്റെയും വാക്കുകൾ ഏറെ ശ്രദ്ധാപൂർവമാണ് കുട്ടികൾ കേട്ടിരുന്നത്. മുന്നിൽ
കണ്ടോ 2 കണ്ണ് പോലെ ഇരിക്കുന്ന സാധനം? ഇതാണ് അതിൻ്റെ അകത്ത് ഒരു കണ്ണെന്ന് പറയുന്നത്, ഒരു റൗണ്ട് എന്ന് പറയുന്നത് ഒരു അൾട്രാസോണിക് സിഗ്നലിനെ എന്ത് ചെയ്യുക, അങ്ങോട്ട് പുറത്തോട്ട് വിടും. അടുത്ത കണ്ണ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇത് എവിടെങ്കിലും തട്ടി തിരിച്ചു വരുവാണെങ്കിൽ അതിനെ റിസീവ് ചെയ്യും. അങ്ങനെ ഇതിൻ്റെ അകത്ത് ഒബ്സ്റ്റക്കിൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കും. ഏറെ സാങ്കേതിക പരിജ്ഞാനം പകർന്നു നൽകിയ ഈ സെഷന് ശേഷം അമൃത ടിവിയുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങിയ ഡോക്ടർ കിരണിനെ ഏറെ സന്തോഷത്തോടെയാണ് കുട്ടികൾ യാത്രയാക്കിയത്. സുംബായിൽ വിവിധ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഈ മാതാപിതാക്കളുണ്ട്, അവർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം. ഒരു മടിയും വിചാരിക്കേണ്ട, ഒരു നാണക്കേടും വിചാരിക്കേണ്ട. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? റോബോട്ടിക്സിന്റെയും AI-യുടെയും ലോകത്തു നിന്നും കുട്ടികൾ സൂംബ പരിശീലനത്തിലേക്കായിരുന്നു കടന്നു ചെന്നത്. സൂംബ പരിശീലികയായ ശ്രീമതി സിൻ ഇസ ജോഷിയായിരുന്നു ക്യാമ്പിന്റെ ഈ സെഷന് നേതൃത്വം നൽകിയത്. ട്രെയിനറുടെ ഓരോ ചുവടുകളും സസൂക്ഷ്മം നിരീക്ഷിച്ച് അതിനൊപ്പം ചുവടുകൾ വെച്ചുകൊണ്ട് സൂംബയെ ഏറ്റെടുക്കുകയായിരുന്നു ഓരോ ക്യാമ്പ് അംഗങ്ങളും. സൂംബയിൽ നിന്നും ക്യാമ്പ് നേരെ പ്രവേശിച്ചത് ആദ്യ ദിനത്തിലെ അവസാന സെഷനായ ഹാപ്പി പേരന്റിംഗിലേക്കായിരുന്നു. ഈ സെഷന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയ എ ഡേ വിത്തൌട്ട് മൊബൈൽ എന്ന വിഷയത്തിൽ അഡീഷണൽ DGP ശ്രീ P. വിജയൻ IPS നടത്തിയ അവതരണം ഏറെ കാലിക പ്രാധാന്യമുള്ളതും വിജ്ഞാനപ്രദവുമായിരുന്നു. നിങ്ങൾ ഭാഗ്യം ചെയ്തിരിക്കുന്ന കുട്ടികളാണ്. ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്നും കിട്ടിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ആരോടെങ്കിലും എന്തെങ്കിലും സിവിൽ IPS എങ്ങനെ എഴുതണമെന്നുള്ളതിനെ കുറിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ അത് അറിയുന്ന ആളുകളെ 10-15 കിലോമീറ്റർ നടന്നതിന് ശേഷമേ അറിയാൻ പറ്റുള്ളൂ. ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടും. യുവജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചും കുട്ടികൾക്കിടയിൽ മൊബൈൽ ഫോൺ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും അതിന്റെ ദുരുപയോഗത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. നമ്മളെ നശിപ്പിക്കുന്ന ചില സാധനങ്ങളാണ് നമ്മൾ കാണുന്ന ഈ മൊബൈൽ ഫോണിൻ്റെയും മറ്റുള്ള അമിതമായ ഉപയോഗവും സോഷ്യൽ മീഡിയയിലുള്ള ഉപയോഗവും അതിലുള്ള ഗെയിമിലേക്കുള്ള അഡിക്ഷനൊക്കെ. നമ്മൾ എന്തെന്നാണ്, നമ്മളെ സമയം പോവുക മാത്രമല്ല, കുറേ കഴിഞ്ഞാൽ നമ്മളെ മാനസികാരോഗ്യത്തെ ബാധിക്കും, കുറേ കഴിഞ്ഞാൽ വിഭ്രാന്തിയിലേക്ക് പോകും, വീണ്ടും ചിലപ്പം കഴിഞ്ഞാൽ അത് പെരുമാറ്റത്തിൽ മാറ്റങ്ങളുണ്ടാവും, നമ്മളെ മാനസിക സന്തുലിതാവസ്ഥയെ മാറ്റും, നമ്മളെ പഠനത്തിലുള്ള ശ്രദ്ധയില്ലാതെയായി മാറും. അങ്ങനെ നമ്മളെന്തായി മാറും? ഒന്നിനും കൊള്ളാത്തവരായി മാറുന്നൊരവസ്ഥയിലേക്ക് മാറും. കുട്ടികളെ നേർവഴിക്ക് നയിക്കുന്നതിൽ രക്ഷിതാക്കൾക്കുള്ള പങ്കുകൂടി വിശദമാക്കിക്കൊണ്ടാണ് ശ്രീ P. വിജയൻ IPS തന്റെ സംഭാഷണം അവസാനിപ്പിച്ചത്. ഹാപ്പി പേരന്റിംഗിൽ പിന്നീടെത്തിയ ചെസ് മാസ്റ്റർ ശ്രീ ഉണ്ണികൃഷ്ണൻ ചെസ്സിന്റെ ഉത്ഭവം വിവരിച്ചുകൊണ്ടായിരുന്നു തന്റെ സെഷന് തുടക്കമിട്ടത്. പണ്ട് നമ്മുടെ രാജാക്കന്മാര് കളിച്ചിരുന്ന ഒരു ഗെയിമായിരുന്നു ചെസ്, അല്ലേ? അന്ന് ഇവരെന്തിനാണ് ഈ ചെസ് കളിച്ചു തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഓരോ രാജ്യങ്ങളുമായിട്ടൊക്കെ യുദ്ധം ചെയ്യേണ്ടി വരുന്ന സമയത്ത് സൈന്യത്തിനെ കുറിച്ചൊരു വിഭാവനം നടത്തുകയും ഏത് സ്ട്രാറ്റജിയിൽ യുദ്ധം ചെയ്യണം, എവിടെ ആദ്യം യുദ്ധം ചെയ്യണം, എങ്ങനെ അത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചതുരംഗം രൂപകൽപ്പന ചെയ്തത്. ശാസ്ത്രീയമായി ചെസ് കളിക്കേണ്ട വിധം വളരെ ലളിതമായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. കുട്ടികൾക്കൊപ്പം ചെസ് കളിക്കാൻ മാതാപിതാക്കളെ ക്ഷണിച്ചുകൊണ്ട് ഹാപ്പി പേരന്റിംഗ് സെഷനെ കൂടുതൽ ഉല്ലാസപ്രദമാക്കി ചെസ് മാസ്റ്റർ ശ്രീ ഉണ്ണികൃഷ്ണൻ. സുദീർഘമായ ഒരു സെഷന് ശേഷം അമൃത ടിവിയുടെ സ്നേഹാദരങ്ങളും ഏറ്റുവാങ്ങി ചെസ് മാസ്റ്റർ വേദി വിട്ടതോടുകൂടി കളിയിൽ അല്പം കാര്യം തിരുവനന്തപുരം സെന്റർ സമ്മർ ക്യാമ്പിന്റെ ആദ്യ ദിവസത്തിന് സമാപനമായി. ഈ സമ്മർ ക്യാമ്പിന്റെ 2ാം ദിവസമാണ് ഇന്ന് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പം എന്തായാലും 2ാം ദിവസം എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. എന്താണ്? ഇന്ന് ലാസ്റ്റ് ഡേയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും
മാക്സിമം അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക. ഈ ക്യാമ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ക്യാമ്പ് കഴിഞ്ഞ് ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് അറിവുകൾ സമ്പാദിച്ച്, ഒരുപാട് തിരിച്ചറിവുകളോടെ വേണം പോകാനായിട്ട്. രണ്ടാം ദിവസത്തെ ആദ്യ സെഷനായ മൈൻഡ് മീറ്റ്സ് കൾച്ചർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ക്യാമ്പ് നയിക്കുന്ന ബ്രഹ്മചാരി വിശ്വനാഥ അമൃത ചൈതന്യ വേദിയിലെത്തി. നിലവിൽ അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ കോർപ്പറേറ്റ് ആൻഡ് ഇൻഡസ്ട്രി റിലേഷൻസ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചാണ് ക്യാമ്പസിലേക്ക് സ്വീകരിച്ചത്. നമ്മൾ കാണുന്നത് പലതും ഉള്ളതുപോലെ അല്ല, മനസ്സിലായോ? നമ്മുടെ ജീവിതവും അതുപോലെയാണ്. അവർ ലൈഫ് ഈസ് ഓൾസോ ലൈക്ക് ദിസ്. മെനി തിങ്സ് വി തിങ്ക് ഇറ്റ് ഈസ് റിയൽ, ആക്ച്വലി ഇറ്റ്സ് നോട്ട് റിയൽ. ഫാക്ട്സ് ആർ ഡിഫറെൻറ്റ്. ദാറ്റ് ഈസ് വൈ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡീസ് ഓഫ് സയൻസ്. ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യയുടെ നേതൃത്വത്തിൽ ഗുണപരവും ഓരോ വ്യക്തിയും സ്വജീവിതത്തിൽ പകർത്തേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ സജീവമായ ഒരു ക്ലാസ് തന്നെ പിന്നീട് അവിടെ നടക്കുകയുണ്ടായി. ആയോധന കലകളുടെ ലോകത്തേക്കായിരുന്നു കളിയിലൽപ്പം കാര്യം പിന്നീട് കടന്നു ചെന്നത്. ആയോധന കലകൾ അഭ്യസിക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും ശാരീരിക ക്ഷമത നിലനിർത്തുവാനും ഒപ്പം നമ്മുടെ മനോബലം കൂട്ടുവാനും ഉപകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പണ്ടുകാലം മുതൽക്കേ കളരി പോലെയുള്ള പാരമ്പര്യ മുറകൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ അഭ്യസിച്ചു വരുന്നത്. കളരിപ്പയറ്റ് അഭ്യാസിയും ആയോധന കലാ പരിശീലന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യവുമുള്ള ഡോക്ടർ മഹേഷ് ഗുരുക്കളാണ് കളരിയുടെ സെഷന് നേതൃത്വം നൽകിയത്. ഒരു ലഘു വീഡിയോ പ്രദർശനത്തോടെ ആരംഭിച്ച ക്ലാസ്സിലൂടെ കളരിപ്പയറ്റിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും ആയോധനാ മുറകൾ അഭ്യസിക്കേണ്ടതിന്റെ ആവശ്യകതകളെക്കുറിച്ചുമെല്ലാം ഗുരുക്കൾ കുട്ടികളോട് വിശദീകരിക്കുകയുണ്ടായി. നമ്മൾ ആദ്യം കളരിയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഭൂമിയെ തൊട്ട് നമസ്കരിക്കും. ഭൂമിയും നമ്മളുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മൾ ഗുരുവിനെ നമസ്കരിക്കും. അവിടെ പൂത്തറകൾ കണ്ടിട്ടില്ലേ, കളരിയിൽ ഇങ്ങനെ പൂത്തറകളൊക്കെ വെച്ചിരിക്കുന്നത് അല്ലേ, ആ എനർജി സ്പേസുകളെ നമസ്കരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യും, പരസ്പര ബഹുമാനം ഉണ്ടാക്കും, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കും. അതിനുശേഷമാണ് നമ്മൾ കളരി പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെ. അനന്തരം കാഴ്ചക്കാരുടെ സിരകളെ ത്രസിപ്പിച്ച നിരവധി കളരി അടവുകളുടെ അങ്കത്തട്ടായി അവിടെ മാറി. അഭ്യാസ പ്രകടനങ്ങൾക്ക് ശേഷം സ്വയരക്ഷയ്ക്കുള്ള ഏതാനും അടവുകൾ കുട്ടികൾക്കായി പകർന്നു നൽകിയ മഹേഷ് ഗുരുക്കളും സംഘവും അമൃത ടിവിയുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയാണ് വേദി വിട്ടത്. മായാജാലത്തിന്റെ വിസ്മയ ലോകത്തേക്കായിരുന്നു കളിയിലൽപ്പം കാര്യം പിന്നീട് കടന്നു ചെന്നത്. സെഷന് നേതൃത്വം നൽകാനായി എത്തിയ നിരവധി വർഷങ്ങളായി ഈ രംഗത്തെ സജീവ സാന്നിധ്യവും ഒട്ടനവധി വേദികളിൽ പ്രകടനം നടത്തി ശ്രദ്ധ നേടിയ വ്യക്തിയുമായ മജീഷ്യൻ ശ്രീ മനു പൂജപ്പുരയെ ഏറെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ആനയിച്ചു. ശേഷം ഇന്ദ്രജാലത്തിന്റെ ഒരു അത്ഭുത ലോകം തന്നെ ശ്രീ മനു പൂജപ്പുര കുട്ടികൾക്കായി ഒരുക്കി. മുതിർന്നവരിൽ പോലും ആശ്ചര്യമുളവാക്കിയ ഗംഭീര മായാജാല പ്രകടനങ്ങൾ ഏറെ കൗതുകത്തോടെയാണ് ക്യാമ്പ് അംഗങ്ങൾ ദർശിച്ചത്. ഒറ്റയ്ക്കുള്ള പ്രകടനത്തിന് പുറമെ ഏതാനും ക്യാമ്പ് അംഗങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിലയിനം മാജിക്കുകൾ വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മനു പൂജപ്പുരയ്ക്ക് സാധിച്ചു. നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം, ഇതായിരുന്നു മാജിക്കിന് ശേഷമുള്ള സെഷനായ ഫുഡ് ആൻഡ് വെൽനസിന്റെ ടാഗ് ലൈൻ.
തിരുവനന്തപുരം അമൃത കൈരളി വിദ്യാഭവനിലെ ന്യൂട്രീഷനിസ്റ്റ് ശ്രീമതി ഡോക്ടർ ഹരിപ്രിയ നടരാജായിരുന്നു ഈ വിഷയത്തിൽ കുട്ടികളെ അഭിസംബോധന ചെയ്തത്. വേദിയിലെത്തിയ ഡോക്ടർ ഹരിപ്രിയ നടരാജനെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. നമ്മുടെ ബ്രെയിനിലേക്കുള്ള എനർജി തരുന്നത് ആരാണ്? നമ്മൾ രാവിലെ കഴിക്കുന്ന പ്രഭാത ഭക്ഷണമാണ് നമ്മുടെ തലച്ചോറിനു വേണ്ട എനർജി നമുക്ക് തരുന്നത്. ഈ എനർജി കിട്ടിയില്ല എന്ന് വിചാരിക്കുക, നമ്മുടെ അന്നത്തെ ഹോൾ ഡേയിൽ നമ്മുടെ തലച്ചോറ് ശരിയാവണ്ണം വർക്ക് ചെയ്യില്ല. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണശൈലി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ ലളിതമായി അവതരിപ്പിച്ചപ്പോൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളും അതീവ ശ്രദ്ധയോടെ അത് കേട്ടിരുന്നു. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ നല്ല ഭക്ഷണത്തിനുള്ള പങ്കിനെക്കുറിച്ച് വ്യക്തമാക്കിയ ഡോക്ടർ ഹരിപ്രിയ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു അടക്കമുള്ള ചില ഹെൽത്തി ഫുഡിന്റെ നിർമ്മാണത്തിൽ കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. കുട്ടികൾക്കൊപ്പം മാതാപിതാക്കൾക്കും കൂടി ഏറെ പ്രയോജനപ്രദമായ ഈ സെഷൻ അവസാനിച്ചത് ഡോക്ടർ ഹരിപ്രിയയ്ക്ക് നൽകിയ സ്നേഹോപഹാരത്തോടെയായിരുന്നു. ജേർണലിസത്തിന്റെ വിശാലമായ ലോകത്തേക്കായിരുന്നു കളിയിലൽപ്പം കാര്യം പിന്നീട് കുട്ടികളെ നയിച്ചത്. ജേർണലിസത്തിന്റെ അടിസ്ഥാനശിലയായ എത്തിക്സ് ഓഫ് ജേർണലിസം, പത്രപ്രവർത്തന മേഖലയിലെ നവതരംഗമായ മൊബൈൽ ജേർണലിസം എന്നീ വിഷയങ്ങളിലായിരുന്നു പ്രധാനമായും ഈ സെഷനിൽ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകിയത്. അമൃത ന്യൂസ് സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ കൃഷ്ണകുമാർ ആയിരുന്നു ഈ വിഷയങ്ങളിൽ ക്യാമ്പ് നയിച്ചത്. ജേർണലിസത്തിന്റെ എത്തിക്സിനെ കുറിച്ച് കൃഷ്ണകുമാർ പങ്കുവച്ച ഓരോ പാഠങ്ങളും അതീവ ശ്രദ്ധയോടെയാണ് കുട്ടികൾ കേട്ടിരുന്നത്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോണിലൂടെ വളരെ എഫക്റ്റീവായി നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കാം, നിങ്ങൾക്ക് എങ്ങനെ സമൂഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനെ പറയുന്ന പേരാണ് മോജോ എന്നറിയപ്പെടുന്ന മൊബൈൽ ജേർണലിസം. ജേർണലിസത്തെക്കുറിച്ച് ഏറെ ആധികാരികമായ അറിവ് കുട്ടികളുമായി പങ്കുവച്ച ശ്രീ കൃഷ്ണകുമാർ അവർക്കിടയിൽ മൊബൈൽ ജേർണലിസം അഥവാ മോജോയെക്കുറിച്ചുള്ള ധാരണയും വളർത്തിയെടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തി. ഒപ്പം ന്യൂസ് റിപ്പോർട്ടിംഗിലും മോജോയിലും വേണ്ട പരിശീലനം നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ സെഷൻ അവസാനിപ്പിച്ചത്. കുട്ടികൾക്കൊപ്പം മാതാപിതാക്കൾ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഹാപ്പി പേരന്റിംഗ് ആയിരുന്നു ക്യാമ്പിന്റെ അവസാന സെഷൻ. സമാപന സെഷനിൽ മുഖ്യ അതിഥിയായി എത്തിയത് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി ആരാധ്യനായ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയായിരുന്നു. സെഷൻ സമാപനത്തിനായി സ്വാമിജിയെ പൊന്നാടി അണിയിച്ച് വേദിയിലേക്ക് സ്വീകരിക്കുകയുണ്ടായി. വേദിയിലെത്തിയ സ്വാമിജി ഭദ്രദീപം കൊളുത്തിയതോടുകൂടി ക്യാമ്പിന്റെ സമാപന ചടങ്ങുകൾക്ക് തുടക്കമായി. ജീവിതത്തില് വിജയിക്കാൻ, എവിടെയും വിജയിക്കാൻ പുഞ്ചിരിക്കുന്ന മുഖം മതിയെന്നാണ് അമ്മ പറയാറുള്ളത്. ചിരിക്കാൻ പറ്റാത്ത ഒരു സമൂഹം അപകടമാണ്. ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവുകൾ ഉണരും. നിങ്ങൾക്കില്ലാത്ത പല കഴിവുകളും തെളിയും. പക്ഷേ മറ്റുള്ളവരെ കളിയാക്കി ചിരിക്കുകയല്ല, നമ്മുടെ വിഡ്ഢിത്തം ഓർത്ത് ചിരിക്കാൻ പറ്റണം, ഇല്ലേ? നമ്മുടെ അബദ്ധങ്ങൾ ഓർത്ത് ചിരിക്കാം, പിന്നെ മറ്റുള്ളവരെ ചിരിപ്പിക്കാം, സന്തോഷിപ്പിക്കാൻ വേണ്ടി. പ്രഭാഷണത്തെ തുടർന്ന് സ്വാമിജിയോട് സംശയ നിവാരണത്തിനുള്ള അസുലഭാവസരവും കുട്ടികൾക്ക് ലഭിച്ചു. ഏറെ മൂല്യവത്തായ സ്വാമിജിയുടെ സെഷൻ അവസാനിക്കുന്നതിന് മുമ്പായി അമൃത ടെലിവിഷനും ഒപ്പം അമൃത കൈരളി സ്കൂൾ അധികൃതരും അദ്ദേഹത്തെ സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിക്കുകയുണ്ടായി. ഹ്രസ്വമായ ആദരിക്കൽ ചടങ്ങിനെ തുടർന്ന് സെലിബ്രിറ്റി ഗസ്റ്റുമായുള്ള കുട്ടികളുടെ സംവാദത്തിനായിരുന്നു വേദി സാക്ഷ്യം വഹിച്ചത്. പ്രശസ്ത ഗായികയും അവതാരികയുമായ ശ്രീമതി അഖില ആനന്ദിന്റെ സാന്നിധ്യം ക്യാമ്പിന്റെ അവസാന വേളകളെ സംഗീത സാന്ദ്രമാക്കി. വേദിയിലെത്തി സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ അഖില ആനന്ദ് ലളിതവും സരസവുമായ വാക്കുകളിലൂടെ കുട്ടികളെ കയ്യിലെടുത്തു. കളിയിലൽപ്പം കാര്യം വേദിയെ ഒന്നടങ്കം സംഗീത സാന്ദ്രമാക്കിയ ഏതാനും നിമിഷങ്ങൾക്കാണ് സ്നേഹോപഹാരം സ്വീകരിച്ച് അഖില ആനന്ദ് വേദി വിട്ടതോടെ സ്വാമിജിയുടെ മഹനീയ സാന്നിധ്യത്തിൽ
അമൃത കൈരളി സ്കൂളിൽ നിന്നും ഇക്കഴിഞ്ഞ +2, 10th പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയുണ്ടായി. തുടർന്ന് കളിയിലൽപ്പം കാര്യം സമ്മർ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സ്വാമിജി പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മധുരവും വിതരണം ചെയ്തതോടുകൂടി അമൃത ടെലിവിഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന സൗജന്യ സമ്മർ ക്യാമ്പിന് വിരാമമായി.